അവിടെ നിന്ന് പറയുകയാണ് ഇപ്പോൾ 3 മണി ആകാറാകുന്നു. ഇതുവരെ ഒരു 40 അംഗ സംഘം കോഴിക്കോട് നിന്ന് ഒരു മിലിറ്ററി റെജിമെന്റ് മാത്രമാണ് എത്തിയിരിക്കുന്നത്. ഏഴിമലയിൽ നിന്ന് നേവിയുടെ സംഘം എത്തും, കൂടുതൽ സൈനികർ എത്തും, സേനയുടെ വിവിധ സംഘാംഗങ്ങൾ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ നാട്ടുകാർ നിൽക്കുമ്പോൾ 5 മണിയായി കഴിഞ്ഞാൽ 5 മണി കടക്കുന്നതോടുകൂടി ഇരുട്ടിലേക്ക് കടക്കും, കാലാവസ്ഥ മോശമാകും. ഇപ്പോഴാണ് തെളിഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് ആ ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുക എന്ന ഘട്ടത്തിലേക്ക് കടന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക മുണ്ടക്കയിൽ എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. നാട്ടുകാരാണ്, പ്രദേശവാസികൾ, നാട്ടുകാർ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് 10-12 മണിക്കൂറായി. നമ്മൾ എന്നും കണ്ടിട്ടുണ്ട്, കേരളത്തിൽ അതൊരു പുതിയ കാഴ്ചയല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, അങ്ങനെ ഒരു നാട് ഒറ്റപ്പെടുമ്പോൾ, അങ്ങനെ ഒരു ദുരന്തത്തിലൂടെ കടന്നു പോകുമ്പോൾ കയ്യും മെയ്യും മറന്നുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന അതേ നാട്ടുകാർ, നമ്മുടെ ജനത തന്നെയാണ് ആ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കൂടുതൽ സഹായം അടിയന്തിരമായിട്ട് വേണ്ട മണിക്കൂറുകളിലൂടെ ഇതാ കടന്നു പൊക്കൊണ്ടേയിരിക്കുന്നു. അപ്പോഴും ആ പ്രതീക്ഷ പൂർണ്ണമാക്കേണ്ട സേനയുടെ സംഘാംഗങ്ങൾ അവിടെ എത്തിയിട്ടില്ല. എത്തുമ്പോൾ ഇനിയും സമയം വൈകിയാൽ അതെങ്ങനെയാണ് മുണ്ടക്കയിലേക്കുള്ള ആ താൽക്കാലിക പാലം നിർമ്മിക്കാനാകുക? എങ്ങനെയാണ് ഇവരെ, നേരത്തെ ശ്രീ ശേഖർ കുര്യാക്കോസ് പറഞ്ഞതുപോലെ, എങ്ങനെ ഇവരെ ഫെച്ച് ഔട്ട് ചെയ്ത് പുറത്തെത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി ഷബീറിലേക്ക്, ഷബീർ പറയുന്ന ആ ഒരു വിഷയമാണ് നാട്ടുകാരൻ നടത്തുന്ന രക്ഷാപ്രവർത്തനം. ഈ 10-12 മണിക്കൂർ ഇതിൽ മുഴുകി നിൽക്കുന്ന നാട്ടുകാര്, ഓരോ പ്രളയം വന്നപ്പോൾ, പുത്തുമല ദുരന്തം വന്നപ്പോൾ, കവളപ്പാറയിൽ വന്നപ്പോൾ നമ്മളെ രക്ഷിക്കാനുണ്ടായത് നമ്മൾ തന്നെയാണ്. അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. അതല്ലാതെ ഈ 40 അംഗ സംഘത്തിനപ്പുറത്തേക്ക് ആരും എത്തിയിട്ടില്ല. എത്താൻ വൈകുന്നത് പോലും ഈ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് അങ്ങനെ വേണമോ മനസ്സിലാക്കാൻ? നിങ്ങളെ തലയും എന്റെ ക്യാമറയും മാത്രം ഷബീർ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഷബീർ, കൂടെ ഉള്ളവരും സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഷബീർ കേൾക്കുന്നുണ്ടോ? ഹലോ, ഗഫൂർ എന്ന ആളാണോ? കേൾക്കാം. ഞാൻ അവിടെ നിന്ന് ഗഫൂർ അവിടെ 40 അംഗ സേനയുടെ സംഘം, കോഴിക്കോട് നിന്നുള്ള മിലിറ്ററി റെജിമെന്റ് 122 ബറ്റാലിയൻ മാത്രമാണ് അവിടെ കാണാൻ കഴിഞ്ഞതെന്ന്. കൂടുതൽ സേനാംഗങ്ങൾ വന്നാലാണല്ലോ നമുക്ക് ഈ താൽക്കാലിക പാലത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുക. ഈ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനും അറ്റ്ലീസ്റ്റ് മിനിമം എന്താണ് സംഭവിക്കുന്നതെന്നറിയണമെങ്കിൽ പോലും പുഴ കടക്കണമല്ലോ. അപ്പോൾ ഈ സേനാംഗങ്ങൾക്ക് അവിടെ എത്താൻ കഴിയാത്തത് പോലും കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് അങ്ങനെ വേണമോ വിലയിരുത്താൻ? അതെ, അപർണ, ഇപ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ നമുക്ക് ലൈവ് ലഭ്യമാണോ എന്നറിയില്ല. ഇവിടെ റേഞ്ച് കുറഞ്ഞ മേഖലയാണ്. സന്നദ്ധ പ്രവർത്തകരാണോ? ഇതാരാണ്? എന്ത് പറ്റിയത് സാറേ? കൊണ്ടുവന്നാളോ? ഇപ്പോൾ ഇത് മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് കൊണ്ടുവന്നത്. ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്തു നിന്നും രക്ഷപ്പെട്ട ആളുകളെ, അതായത് ജീവനോടെ രക്ഷപ്പെട്ട ആളുകളെ ഇപ്പോൾ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ചില കാഴ്ചകൾ നമുക്ക് ഇവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മുടെ നെറ്റ്വർക്ക് സംവിധാനത്തിൽ അത് ലഭ്യമാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ആംബുലൻസിൽ കൊണ്ടുപോകുന്നു. ഇതൊരു ശുഭസൂചനയാണ്. കാരണം മുകളിൽ നിന്നുള്ള ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ. NDRF സംഘം കുറച്ചുപേർ മുകളിൽ പോയി അവിടെ നിന്നുള്ള ആളുകളെ, കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ രക്ഷപ്പെട്ട ആളുകളെ, അല്ലെങ്കിൽ പരിക്കേറ്റവരെയൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അതൊരു നല്ല സൂചനയായിട്ട് നമുക്ക് കാണാം. കാരണം അവിടെ നിന്നുള്ള ആളുകളെ രക്ഷപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെ. ഈ ചൂരൽമലയിൽ നിന്നും ലഭിക്കുന്ന മൃതദേഹങ്ങൾക്കപ്പുറത്ത് മുണ്ടക്കൈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തി NDRF സംഘവും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഇപ്പോൾ ആശുപത്രികളിലേക്ക് മാറ്റുന്നതിന്റെ കാഴ്ചകൾ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരുടെ വലിയ നിര, അത് ഔദ്യോഗികമാണെങ്കിലും അല്ലെങ്കിലും, ഗവൺമെന്റ് സർവന്റുകളാണെങ്കിലും അല്ലെങ്കിലും, അതൊന്നും നോക്കാതെ ആളുകൾ, പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാവരും ഒരു നാടിനു വേണ്ടി
ഒരു നാട്ടിൽ ഉണ്ടായ വലിയ ദുരന്തത്തിൽ നിന്നും കരകയറ്റുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അപ്പുറത്തു നിന്നും ആളുകളെ കൊണ്ടുവന്ന്, അതായത് ഈ NDRF റോപ്പ് വഴി ഇപ്പുറത്ത് എത്തിക്കുന്ന ആളുകളെ JCB ഉപയോഗിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ആംബുലൻസിൽ കയറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് ന്യൂസ് 18ന്റെ ക്യാമറമാൻ ശ്രീജിത്ത്. ഇതൊക്കെയാണെങ്കിലും നമുക്ക് ഈ ഭരണകൂടങ്ങളോട് പറയാനുള്ളത് കൂടുതൽ സൈന്യത്തിന്റെ സഹായം ഇവിടെ ഉണ്ടായേ തീരൂ. കാരണം അപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾ പോയി അവിടെ ഇനിയും കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ പരിക്ക് പറ്റിയവരെയൊക്കെ രക്ഷപ്പെടുത്തി അവരെയൊക്കെ ആശുപത്രിയിൽ എത്തിച്ച് ഇനിയൊരു ദുരന്തമുണ്ടായാൽ, ഇനിയൊരു ഒരു ഉരുൾപൊട്ടലിനുള്ള സാധ്യത അതും തള്ളിക്കളയാനാവില്ല. അങ്ങനെ ഉണ്ടായാൽ ഇവിടെയുള്ള ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം, അങ്ങനെ രക്ഷപ്പെടുത്തി ഈ മേഖലയിൽ നിന്നും ഈ സന്നദ്ധ പ്രവർത്തകരും നമ്മൾ മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആളുകൾ എല്ലാവരും ഇവിടെ ഒഴിഞ്ഞു മാറേണ്ടതിന്റെ ഒരു ഗുരുതരമായ സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ നമുക്ക് ഇവരെ അങ്ങനെ ഒഴിവാക്കി പോകാൻ ആർക്കും മനസ്സ് വരില്ല. അത് സന്നദ്ധ പ്രവർത്തകർക്കാണെങ്കിലും മാധ്യമപ്രവർത്തകർക്കാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് പോലും അങ്ങനെ ആരെയും ഒഴിവാക്കി തങ്ങളുടെ ജീവൻ മാത്രം രക്ഷപ്പെടുത്തി പോകാൻ തോന്നുന്നില്ല എന്നതിന്റെ കാഴ്ചകൾ തന്നെയാണ് വീണ്ടും വീണ്ടും ആളുകൾ വലിയ ദുരന്തത്തിന് ഇനിയും സാധ്യത ഉണ്ടായിട്ട് പോലും ഇവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത്. വലിയ ഭീതിയോടുകൂടി തന്നെയാണ്. നേരത്തെ തന്നെ പലരും പറഞ്ഞു പക്ഷെ ശ്രദ്ധയില്ല. ഇന്നലെ ഉണ്ടായ ഉരുൾപൊട്ടൽ പോലെ അങ്ങനെ അതുപോലെ ഒരു മലയൊന്നാകെ ഇളകി വരികയാണെങ്കിൽ ആളുകൾക്ക് രക്ഷപ്പെടാൻ പോലും മാർഗമില്ല. എന്നാൽ പോലും മനുഷ്യജീവന് വലിയ വില കൽപ്പിച്ചുകൊണ്ട് അവസാനത്തെ ആളെയും രക്ഷപ്പെടുത്തുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് ഇവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം പുഴയ്ക്കക്കരെ നിന്നും കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴത്തേക്ക് ഞാൻ ഇപ്പൊ തിരികെ എത്താം. ഷബീർ തുടരുക.